രാവിലെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ ലെവൽ ക്രോസിന് തൊട്ടപ്പുറത്തുള്ള കാണുന്ന വീടാണ് ക്രിസ്റ്റി ജോൺ എന്ന 10 വയസ്സുകാരൻ കുട്ടിയുടേത്. രാവിലെ ഈ ലെവൽ ക്രോസ് കടന്നാണ് ക്രിസ്റ്റി പാല് വാങ്ങുന്നതിനായി പോയത്. ഈ വഴിയിലൂടെയാണ് പോയത്. ഏതാണ്ട് 6:45 മണിയോടുകൂടിയാണ് ക്രിസ്റ്റി ഇതിലൂടെ നടന്ന് പോയത്. തുടർന്ന് 7 മണിക്ക് ഇതിലെ തിരിച്ചു വരുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തൊട്ടപ്പുറത്താണ് ഈ കൊലപ്പെടുത്തിയ അജി ദേവസ്യ എന്ന ആളുടെ വീടും. അയൽവക്കക്കാരാണ്. ഇദ്ദേഹം ഒരു മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ കഞ്ചാവിനും മറ്റുമൊക്കെ അടിമയാണ് എന്നാണ് ജനങ്ങളടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും ഈ വഴിയിലൂടെ നടന്നുപോയ ക്രിസ്റ്റി തൊട്ട് ആ കാണുന്ന ആൾക്കൂട്ടം കാണുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒച്ച കേട്ട് ഓടിക്കൂടിയ ഒരു ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒരാൾ പാൽ മേടിക്കാൻ പോയില്ല. ഒരാൾ വന്നിട്ട് അവനെ ഇങ്ങനെ കെട്ടി ചേർത്തിട്ട് കീഴെ പോട്ട് കുത്തിക്കൊണ്ടിരിക്കണം ഞങ്ങൾ കണ്ട്. നിങ്ങൾ വന്നപ്പോൾ ഈ അജി ദേവസി എന്ന ആൾ ഈ കുട്ടിയെ കുത്തിക്കൊണ്ടിരിക്കുകയാണോ? കത്തി ഉപയോഗിച്ചു അതാണോ കണ്ടത്? ആൾക്കാരെല്ലാം ഒച്ച കൊടുത്തപ്പോൾ ഞങ്ങൾ എന്തിച്ച് വന്ന് കണ്ടപ്പോൾ അവർ അമ്മയും അച്ഛനും വിളിച്ചു. ഞങ്ങൾ അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ അവർ ഓടി വന്നിട്ട് അതുക്കപ്പുറം പിന്നെ കത്തി അവർ അമ്മ ഊരി വിട്ടിട്ടാണ് പിള്ളേരെ എടുത്ത് കൊണ്ടുപോയി അവർ കണ്ട്. ഇവരൊക്കെ പറയുന്ന പോലെ തന്നെ അതിദാരുണമായ രീതിയിലാണ് ഈ കൊലപാതകം നടന്നത്. ഏകദേശം 7:15 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നതും. ജനങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ഇതിൻ്റെ നടുക്കത്തിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കാരണം ഒരു 10 വയസ്സുകാരൻ കുട്ടിയാണ് ഈ സംഭവത്തിന് ഇതായിരിക്കുന്നത്. എന്തായാലും ഈ അജി ദേവസി എന്ന ആൾ എങ്ങനെ ഉള്ള വ്യക്തിയായിരുന്നു? എന്താണ് ഇത് പെട്ടെന്ന് ഉണ്ടായ ഒരു പ്രകോപനം? എന്താണ് മനസ്സിൽ? അവനിക്കെന്ന് വെച്ചാൽ അവൻ കഞ്ചാവും ഡ്രഗ്സും എല്ലാം ചെയ്യും. അത് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അവൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ അവൻ്റെ വീട്ടുകാർ അവനെ വേണ്ട രീതിയിൽ നോക്കാത്തതിൻ്റെ ഒരു മിസ്റ്റേക്കാണ് ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവൻ പൊലിഞ്ഞത്. അവനിക്ക് മാനസികരോഗം വരാനുള്ള കാരണമൊന്നുമില്ല. ഈ ഡ്രഗ്സും സാധനം കിട്ടാത്തതുകൊണ്ട് ഒരൊറ്റൊരു ഇതുകൊണ്ടാണ് അവനിപ്പോൾ ഈ കൊടുങ്കൈ ചെയ്തിരിക്കുന്നത്. അവരുടെ വീട്ടുകാർ ശ്രദ്ധിച്ചെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അത് കെയർ ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടത്. അത് വേണ്ട രീതിയിലൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ അപ്പുറത്തെ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വേണ്ട രീതിയിലൊരു നടപടി എടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇനിയെങ്കിലും ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭ്യർത്ഥന. ഈ വരുന്ന ശനിയാഴ്ച ഈ കുട്ടിയുടെ കുർബാന കൈക്കുള്ളപ്പാട് ദിവസമായിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പിലും അതിൻ്റെ ഒരു സന്തോഷത്തിലുമൊക്കെയായിരുന്നു ആ കുടുംബവും ആ ക്രിസ്റ്റി എന്ന വിദ്യാർത്ഥിയും. രാവിലെ പാല് വാങ്ങി വന്നതിന് ശേഷം പള്ളിയിൽ പോകേണ്ടതാണ്. പാല് വാങ്ങി ഈ വഴിയിലൂടെയാണ് നടന്ന് വന്നത്. ഈ സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. അജി ദേവസ്യ എന്നയാൾ ഈ കുട്ടിയെ കുത്തുകയായിരുന്നു. ഈ ഇടവഴിയിലൂടെ കടന്നു വന്ന് കുത്തുകയായിരുന്നു. നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കുട്ടി വാങ്ങിക്കൊണ്ടുവന്ന ലേസിൻ്റെയും മറ്റ് മുട്ടയുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഇത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും സ്ഥലത്തുണ്ട്. ഇപ്പോൾ പോലീസ് അധികൃതരൊക്കെ തന്നെ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ സംഭവത്തിന് ശേഷം നാട്ടുകാർ പിടികൂടിയാണ് അജി ദേവസിയെ പോലീസിൽ ഏൽപ്പിച്ചത്. ഈ സംഭവം നടക്കുമ്പോൾ നാട്ടുകാരൊക്കെ ഓടി വന്നു. പിന്മാറണമെന്നാവശ്യപ്പെട്ടിട്ടും പ്രതി അതിന് തയ്യാറായില്ല. മാരകമായ രീതിയിൽ 17ഓളം കുത്താണ് ക്രിസ്റ്റിയുടെ ശരീരത്തിൽ കൊണ്ടത്. അത്തരത്തിൽ കുത്തിയ ശേഷം കുട്ടിയുടെ അമ്മയാണ് പിന്നീട് കത്തി വലിച്ചുവരുന്നതും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും. നാട്ടുകാർക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാരണം അത്തരത്തിൽ ഒരു അരഗൻ്റായ രീതിയിലാണ് പ്രതി പെരുമാറിയത് എന്നാണ് ഇവിടെ ഉള്ളവരടക്കം പറയുന്നത്. അതായത് പോലീസ് അധികൃതരൊക്കെ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വലിയ ഒരു ഞെട്ടലോടുകൂടിയാണ് ഈ സംഭവത്തെ ഏവരും നോക്കിക്കാണുന്നത്. ഇന്ന് രാവിലെ അതിദാരുണമായാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസ് അധികൃതരൊക്കെ തന്നെ മറ്റ് പരിശോധനാ വിഭാഗങ്ങളൊക്കെ തന്നെ അതിൻ്റെ സാമ്പിളുകളും മറ്റും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ഒരു ദുഃഖത്തോടു കൂടിയാണ് ഈ ഇടവഴിയിലുള്ളവരും ഈ പ്രദേശം ഒന്നാകെ ഈ സംഭവത്തെ ഏറ്റുവാങ്ങുന്നത്. കാരണം വലിയ സന്തോഷത്തോടു കൂടി രാവിലെ കടയിൽ പോയി തിരിച്ചു വന്ന് പള്ളിയിൽ പോകാൻ നിൽക്കുന്നു. അതിനുശേഷം അത്തരം കാര്യങ്ങളിലേക്ക് കടക്കേണ്ട ഒരു ആ കുട്ടിയെ ഇവിടെ വെച്ച് അതിദാരുണമായാണ് കൊലപ്പെടുത്തിയത്. അജി ദേവസി എന്നയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ വേദനയോടുകൂടി തന്നെയാണ് ഇവരും ഈ വിഷയത്തെ ഉറ്റുനോക്കുന്നതും. എന്തായാലും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്.